അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് പറയും എനിക്ക് ജിമ്മിൽ പോയേ പറ്റൂന്ന്. അപ്പോൾ സീച്ചേട്ടൻ എന്നോട് പറഞ്ഞു 10 ദിവസം നീ എൻ്റെ കൂടെ നടക്കാൻ വാ, എന്നിട്ട് നിന്നെ ഞാൻ ജിമ്മിൽ കൊണ്ടുവന്നു. അങ്ങനെ 1ാമത്തെ ദിവസം നടക്കാൻ പോയിട്ട് 2ാമത്തെ ദിവസം ഞാൻ പാത്ത് നടന്നതാണ്. പക്ഷേ എന്നോട് നടക്കാൻ പോകാൻ പറഞ്ഞ് ഇറങ്ങാൻ പറ്റത്തില്ല. കൊലമഴ പെയ്തോണ്ട് ഞാൻ ജസ്റ്റ് എസ്കേപ്പ് ആയി കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര വയറുവേദന ആയതുകൊണ്ട് തന്നെ മാളിൽ പോയി നമുക്കൊരു മസാജ് എടുക്കാമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അവിടെ വേറെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ എനിക്ക് അവിൽ മിൽക്ക് കഴിക്കണമെന്ന് പറഞ്ഞ് സീച്ചേട്ടൻ അവിൽ മിൽക്ക് കഴിച്ചു കേട്ടോ. എനിക്ക് ഈ സംഭവം അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഒരു സ്പൂൺ ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ച് ഇറക്കി. അപ്പോഴാണ് ചെയറല്ല ഇങ്ങനെ പല വ്യത്യസ്ത കളറിൽ കിടക്കുന്ന കണ്ടത് കേട്ടോ. എനിക്ക് എന്തോ എല്ലാം കൂടെ ഒരു കളറാക്കി ഇടാനൊരു ആഗ്രഹം തോന്നിയിട്ട് ഒരു ചെയറിൻ്റെ മൊത്തത്തിൽ ഞാനിങ്ങനെ മഞ്ഞയാക്കിയിട്ട് സംതൃപ്തി അടഞ്ഞു കേട്ടോ. ആ ഒരു സമയം കൊണ്ട് അവിടെ ഇരുന്ന ചേട്ടന്മാർ ഇറങ്ങിയപ്പോൾ ഞാനും സീച്ചനോടെ കയറിയിരുന്നു. നല്ല സുഖം, അരമണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങി. ആദ്യമൊക്കെ എനിക്ക് ഇതിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. കാണുന്നവർ അയ്യേ എന്ത് നാണക്കേടാന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കണ്ണടച്ചിട്ട് കണ്ണ് തെച്ച് പൂച്ച പാല് കുടിക്കുന്ന പോലെ ആരും കാണുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കിടന്നുറങ്ങും കേട്ടോ. എന്നിട്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ ഒടുക്കത്തെ പൊടി ആയതുകൊണ്ട് വോക്കം ക്ലീനർ വാങ്ങിക്കാമെന്ന് പറഞ്ഞു വന്നു. ഈ ചേട്ടന് താണ്ടി ഇതാണ് ഇഷ്ടപ്പെട്ടത്, എനിക്ക് താണ്ടി ക്യൂട്ട് ഈ സാധനമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അവസാനം ഞാൻ ക്യൂട്ട് സാധനമാണ് എടുത്തത്. പിന്നെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് പാട്ടും പാടി വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.